ഞാൻ പറഞ്ഞത് ഭൗതികമായി പോലും ഇന്ന് ഈ രാജ്യം ഇങ്ങനെ വല്ലാതെ നഷ്ടത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. 90കളിൽ ഇന്ത്യ ആകെ താഴോട്ട് പോയ, സാമ്പത്തികമായി തകർന്നടിഞ്ഞു പോകുമോ എന്ന് വിചാരിച്ചൊരു കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രി കൊണ്ടുവന്ന് ധനകാര്യമന്ത്രിയാക്കി. അങ്ങനെ ഉദാരവൽക്കരണത്തിൻ്റെ അതിൻ്റെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അത്തരം ഒരു തുറന്നു കൊടുക്കലിൻ്റെ ഒരു ലോകത്തേക്ക് സാമ്പത്തിക ജാഗരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഒരു വലിയ മൗനിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ ആ മനുഷ്യനെന്ന അർത്ഥത്തിൽ കാണുന്ന ഒറ്റ കാര്യത്തിലാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യയുടെ ഗ്രാമഹൃദയങ്ങളിലെ തപിക്കുന്ന മനുഷ്യൻ്റെ കണ്ണുനീരുകളിലേക്ക് നോക്കിയിട്ട് ആ മനുഷ്യൻ്റെ കണക്കൊന്നെടുക്കണമെന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയായിരുന്നു അന്നത്തെ UPA ഗവൺമെൻറ് പ്രധാനമന്ത്രി, അതായത് ഡോക്ടർ മൻമോഹൻ സിംഗ്. ആ മനുഷ്യനാണ് ഇന്ത്യയിലെ മുസ്ലിം. ആ മുസ്ലിം പട്ടികജാതി വർഗത്തെക്കാളും താഴെയാകുന്നു എന്ന് കണക്ക് പറഞ്ഞു. പിന്നെ ജസ്റ്റിസ് രജീന്ദ്ര സച്ചാറിൻ്റെ കമ്മിറ്റി ആ റിപ്പോർട്ട് കൊണ്ടുപോയി വച്ചു. ഞാൻ ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആമുഖം ഇങ്ങനെ എപ്പോഴും വായിച്ചിട്ട് ഇങ്ങനെ ഓർക്കാറുണ്ട്. പശ്ചിമ ബംഗാൾ, ബീഹാർ, Muslim situation is particularly worst in West Bengal, then in Bihar and UP. യുപിയിലും ബീഹാറിലും വെസ്റ്റ് ബംഗാളിലൊക്കെ വളരെ മോശമായ അവസ്ഥയുടെ അക്ഷരങ്ങളുടെ വായനയേക്കാൾ ഏറെ നമ്മളൊക്കെ ബീഹാറിലും പശ്ചിമ ബംഗാളിലൊക്കെ നടന്നപ്പോൾ കണ്ടത്, കണ്ണുകൊണ്ട് കണ്ട യാഥാർത്ഥ്യം അതിനേക്കാൾ ഭീകരം. കേരളത്തിലെ മതസംഘടനകളുടെ നേതാക്കളൊക്കെ അങ്ങോട്ടിപ്പോൾ പോകുന്നു എന്നത് വളരെ ശുഭകരമായി തന്നെ കാണാണ്. എല്ലാവരെയും ഞാൻ അഭിനന്ദിച്ചിട്ട് പറയാം. ആ പാഠങ്ങളിൽ അവസാനിച്ചു പോകുന്ന, സ്വപ്നങ്ങളില്ലാതെ പോയ മനുഷ്യൻ്റെ കൈപിടിക്കാൻ ഈ ഒരു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്ന ഒരാളാണ് മൻമോഹൻ സിംഗ്. ആ റിപ്പോർട്ടിനെ നോക്കിയിട്ടാണ് ഫാസിസ്റ്റുകാർ പറഞ്ഞത് ഇദ്ദേഹം ജിന്നയെപ്പോലെ തോന്നുന്നു. ശരിയായിരിക്കാം. ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ച്, പതിതമായ ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇത്രമേൽ സങ്കടപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ഞാൻ പറയുന്നത് ചിലതൊക്കെ അടയാളപ്പെടുത്തലാണ്. എന്നാൽ അതിനേക്കാൾ വലിയ അടയാളപ്പെടുത്തലിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. സത്യവിശ്വാസത്തിൻ്റെ പന്ഥാവിൽ ജീവിച്ചു പോകുന്ന മനുഷ്യനല്ലെങ്കിൽ അവസാനം എല്ലാം കഴിഞ്ഞാൽ കരയാൻ ആകാശവും ഭൂമിയും ഉണ്ടാവില്ല. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശഭൂമികൾ കരയൂല. വമാ കാനൂ മുൻദരീൻ, അങ്ങനെ കരയപ്പെടാനുള്ള യോഗ്യത അവർ നേടിയിരുന്നില്ല. ഖുർആൻ്റെ പ്രയോഗം. ആ പ്രയോഗത്തിൽ